പഴയ വീട് പൊളിച്ച് ഈ ഒരു ഷെഡിലേക്ക് മാറിയതിനു ശേഷമുള്ള എന്റെ ആദ്യത്തെ ഓണം എങ്ങനെ പോയി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റത് അമ്മന്റെ ഈ ഒരു മിക്സി ഓണാക്കിയ സൗണ്ടും കേട്ടിട്ടായിരുന്നു. ഓണം ആയതുകൊണ്ട് സദ്യ റെഡിയാക്കാൻ വേണ്ടി അമ്മ 5 മണി തൊട്ടേ മിക്സി ഓണാക്കി സൗണ്ട് ഉണ്ടാക്കിയായിരുന്നു. അതുകൊണ്ട് മിക്സിന്റെ സൗണ്ടും കേട്ടിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എണീറ്റത്. വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ സ്ഥലവും സൗകര്യങ്ങളൊക്കെ കുറച്ച് കമ്മിയായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്രാവശ്യത്തെ സദ്യ അമ്മ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് രാവിലെ തൊട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളെല്ലാം ഞാനും ഒരുവിധം അമ്മയ്ക്ക് ചെയ്തു കൊടുത്തു. അതുപോലെ അമ്മനെ സഹായിക്കാൻ വേണ്ടി രാവിലെ തൊട്ട് അച്ഛനും കൂടെ ചേർന്നിട്ടാണ് ചില കറികളൊക്കെ വെക്കുന്നത്. ഇപ്രാവശ്യം ഈ ഒരു ഷെഡിലേക്ക് മാറിയതുകൊണ്ടും സൗകര്യങ്ങളൊക്കെ കുറച്ച് കമ്മിയായതുകൊണ്ടും ചെറിയ രീതിക്കാണ് ഇപ്രാവശ്യത്തെ ഓണ സദ്യ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി സദ്യ കഴിക്കാൻ വേണ്ടി ഇലകൾ മുറിക്കാൻ പോകണം. അതുകൊണ്ട് ഇപ്പൊ ഞാനും അച്ഛനും കൂടെ ഒരു കത്തി എടുത്ത് വാഴയില മുറിക്കാൻ വേണ്ടി വാഴത്തോടി കൂടെ നടക്കുകയാണ്. ഞാൻ മുറിച്ചാൽ ശരിയാവില്ല പറഞ്ഞിട്ട് അച്ഛൻ തന്നെയാണ് എല്ലാ ഇലകളും മുറിച്ചെടുത്തത്. അത് കഴിഞ്ഞ് ഓണത്തിന് ഇന്ന് വേറെ എവിടെയും പൂവിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുതിയ വീടിന്റെ തറന്റെ മേലെയാണ് ഞാൻ ഇന്ന് പൂക്കൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പൂവിട്ടതിന് ശേഷം ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി. ഇനി വേണോ എന്തെങ്കിലും കഴിക്കാൻ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കാൻ ഈ ഒരു വീടിന്റെ ഉള്ളിൽ സ്ഥലമില്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഉള്ള സ്ഥലത്തിൽ എല്ലാവരും കൂടെ ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ ഈ കാണുന്ന സദ്യയും കുറച്ച് പായസം കൂടെ കഴിച്ചപ്പോഴേക്കും എന്റെ തല മൊത്തത്തിൽ മപ്പ് പോലെയായി. പിന്നെ എന്റെ കുറച്ച് കൂട്ടുകാരന്മാരെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ അവരുടെ കൂടെ ഇരുന്നും ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഇപ്പൊ അതും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ വയറിന് ഒരു തീരുമാനമായി. പിന്നെ ഇതാണ് എന്നെ എല്ലാ പെരുന്നാളിലും ബിരിയാണി കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിക്കണ എന്റെ കൂട്ടുകാരെ. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് ഞാൻ നല്ല പോലെ ഒന്ന് ഉറങ്ങി. അങ്ങനെ ഇപ്പൊ ഈ ഒരു ചെറിയ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നതെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതുപോലെ സമാധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം.